ലാലേട്ടന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ഇന്ന് 3 പേരെ ലാലേട്ടൻ നെല്ലിക്കയും മാങ്ങയൊക്കെ ഉപ്പിലിടുമല്ലോ, അതുപോലെ ഉപ്പിലിട്ട് വലിച്ചു കീറുമെന്ന് ഒരു സംശയമില്ല. പ്രൊമോയ്ക്കകത്ത് അതുണ്ട്. 3 പേര് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അനു, അനീഷ്, ബിന്നി. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും കൂടുതൽ ഡോസ് അനുവിനെ കൊടുക്കൂ. കാരണം അനുവായിട്ടുള്ള ഒരു പ്രശ്നമാണല്ലോ. കാരണം ബിന്നിയും അനുവും തമ്മിലാണല്ലോ ഈ ഒരു PR വിഷയം നടന്നത്. പിന്നെ അനീഷിന്റെ അടുത്തും ചോദിക്കുമായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വലിച്ചു കീറി ഒട്ടിക്കാൻ ചാൻസ് അനു ആയിരിക്കും എന്ന് തോന്നുന്നു. സാധാരണ അങ്ങനെയാണല്ലോ. കാരണം ലാലേട്ടൻ വരുന്ന ദിവസങ്ങളിലെല്ലാം അനുവിനെയാണല്ലോ വലിച്ചു കീറി ഒട്ടിക്കുന്നത്. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ അനുവിനെ ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് പൊക്കി പുള്ളിക്കായിരിക്കും നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ. അപ്പോൾ ഇന്നും ലാലേട്ടൻ ഫ്രൈ ചെയ്ത് മപ്പാസ് അടിച്ചു വയ്ക്കുന്നത് അനുവിനെ ആയിരിക്കാനാണ് ചാൻസ്. എന്തായാലും പ്രൊമോയിൽ ലാലേട്ടൻ PR പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. PR ഇല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ തെളിവ് കാണിച്ചു തരട്ടോ, ഞങ്ങൾ തെളിവ് കാണിച്ചു തരട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ PR പറ്റി പറയുവാണെങ്കിൽ, അതിനു മുമ്പ് ഈ അനുവും ബെന്നിയും തമ്മിലുള്ള ഒരു വിഷയമായിരുന്നല്ലോ ഈ PR. അപ്പം ഈ PR 16 ലക്ഷം രൂപയ്ക്ക് അനു PR കൊടുത്തിട്ട് വന്നിട്ടുണ്ടെന്ന് ബെന്നി പറയുന്നു. അതുപോലെ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അനുവാണ് ബെന്നി എടുത്ത് പറഞ്ഞിട്ടുള്ളതെന്നും പറയുന്നു. ഇതൊന്നും നമ്മൾ ലൈവിനകത്ത് കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ ബെന്നിയും അനുമോളും തമ്മിലുള്ള ഒരു ഡീലിംഗ് ആണ്. നമ്മളാരും കണ്ടിട്ടില്ല ലൈവിനകത്ത്. എന്തെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് അത് കട്ട് ചെയ്ത് കളയത്തില്ല. ഉറപ്പായിട്ടും അത് വെളിയിലേക്ക് വിടുകയും ചെയ്യും. പ്രത്യേകിച്ച് അനുവിൻ്റെ എന്തെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് വെളിയിലേക്ക് വിടുകയും ചെയ്യും. കാരണം അവർ കിട്ടുന്നൊരു കോണ്ടന്റാണ് അല്ലേ. അപ്പോൾ ഈ ഒരു PR വിഷയം ബിഗ് ബോസ് ഇതൊരു വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇട്ട് കൊടുത്തൊരു കോണ്ടന്റാണ്. ആ കോണ്ടന്റിൽ ഇതുപോലുള്ള ബിന്നിയെ പോലുള്ള കഴുതുകൾ അതിനകത്ത് കയറി പിടിച്ച് അത് വലിയൊരു വിഷയമാക്കി ചർച്ചയാക്കി വീക്കെൻഡ് എപ്പിസോഡിൽ അത് ഇത്രയും പ്രശ്നമാക്കിയതും ഈ ബിന്നിയെ പോലത്തുള്ള, സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇട്ട് കൊടുത്തൊരു ഗെയിമാണത്. ആ ഗെയിമിലേക്ക് ഇവർ വീണു, അതാണ് സംഭവം. അപ്പം ഈ ആഴ്ച മൊത്തം PR പറ്റിയിട്ടാണല്ലോ ചർച്ച. ഇവിടെ ബിന്നി പറയുന്നത് അനു 16 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് PR കൊണ്ടുവന്നത്, അല്ലെങ്കിൽ 50,000 അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇറങ്ങുമ്പോഴത്തേക്ക് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അക്ബറും പറയുന്നുണ്ട് അപ്പാനി ശരത്തിന്റെ അതേ PR ആണ് ബിന്നിക്കും എന്നൊക്കെ ഇവരെല്ലാവരും പറയുന്നുണ്ട്. വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, PR ഇല്ലാതെ കയറിപ്പോകുന്ന ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസ് ഉണ്ടോ? എല്ലാ കണ്ടസ്റ്റൻസിനും അവിടെ PR ഉണ്ട്. പിന്നെ ഈ PR കൊണ്ട് ഉദ്ദേശിക്കുന്ന, ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ PR കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 50 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷവും കൊടുക്കുന്ന വ്യക്തിയെ, അല്ല കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന വ്യക്തിയാണ് PR എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മളെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മളെ ഏൽപ്പിക്കും. ഇപ്പം വീട്ടിലുള്ള ആൾക്കാർക്ക്, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ വിശ്വസ്തമായിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ടിനെയോ അങ്ങനെ ഏൽപ്പിച്ചിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? ഇപ്പം നിവിൻ്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന അഭിഷേകാണ്. അതുപോലെ ഓരോ കണ്ടസ്റ്റൻസിന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന പല ആൾക്കാരാണ്. അപ്പം അവരെയൊക്കെ നമ്മളൊരു PR ഒരു ഇതായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്, PR ആയിട്ടാണ് കൂട്ടുന്നത്. അല്ലാതെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് നമ്മളെ കപ്പ് നമ്മളെ കയ്യിൽ മേടിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ 10 ലക്ഷം 20 ലക്ഷം കൊടുത്ത് കയറുന്ന ഒരു PR ആണ്. അങ്ങനെ അതെങ്ങനെ പറയാൻ പറ്റും? ഇവിടെ അനു ഏതെങ്കിലും ചിലപ്പം പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർക്കോ ആർക്കെങ്കിലൊക്കെ കൊടുത്ത് കാണും. ഇനി ആരായിക്കോട്ടെ, ആർക്കെങ്കിലൊക്കെ ഈ സംഭവം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. PR എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും നമ്മളെ അവിടെ നടക്കുന്ന ചെറിയ ചെറിയ തമാശകൾ, ചെറിയ ഈ കണ്ടന്റുകൾ, അവിടെ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകളൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിക്കുന്ന ഒരാളാണ് PR. അല്ല ലക്ഷങ്ങളൊന്നും കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളൊന്നും കൊടുക്കത്തില്ല. ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പൈസ 10,000 5,000 അല്ലെങ്കിൽ 10,000 20,000 രൂപ കൊടുക്കും. അതിൽ കൂടുതൽ കൊടുക്കത്തില്ല. കാരണം 3 മാസം അവരെ ഒഫീഷ്യൽ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറീസ് ഇടുന്നുണ്ട്, അതുപോലെ റീൽസ് ഇടുന്നുണ്ട്. അപ്പം അതിനാണ് PR എന്ന് പറയുന്നത്. അല്ലാതെ ലക്ഷക്കണക്കിന് PR ഒക്കെ ചെയ്തു വരാം. ഇതിനകത്ത് ഇത് ആരുടെ? ഇവരൊക്കെ മുകേഷ് അംബാനിയുടെ കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണോ? അപ്പം ബിന്നി പറഞ്ഞത് 16 ലക്ഷം രൂപ PR കൊടുത്തു, മറ്റേത് കൊടുത്തു, മറിച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബിന്നിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ആരോപണം. അപ്പൊ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ലാലേട്ടൻ ഇവിടെ അനുവിനെ ഫയർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അനുവിനെ ഫയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മൾ കാണിച്ചിട്ടോ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ബിന്നി പറഞ്ഞിട്ടുള്ള കാര്യം കൂടെ നമുക്ക് കാണിച്ചു തരണം. ബിന്നി പറയുന്നുണ്ട് ഇത് അനു ലൈവിൽ എന്നോട് പറഞ്ഞ കാര്യമാണ്, മൈക്ക് മാറ്റി വെച്ച് പറഞ്ഞ കാര്യമാണെങ്കിൽ ക്യാമറകളുണ്ടല്ലോ, അപ്പൊ അതും കാണിച്ചു തരണം. ബിന്നി പറഞ്ഞ കാര്യം കൂടെ കാണിച്ചു തരണം. അനുവിന് 16 ലക്ഷം രൂപ കൊടുത്താണ് അനു കയറിയിട്ടുള്ളതെന്ന് ബിന്നി എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, അതും പ്രേക്ഷകരെ
ബിഗ് ബോസ് കാണിച്ചു തരണം. ബിന്നിയെടുത്ത് അനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കാണണം. പിന്നെ അനീഷിൻ്റെ കേസ് കേട്ട് പറയുന്നുണ്ട്. അനീഷിൻ്റെ പി ആറിനെ പറ്റിയിട്ട് അനീഷ് പറയുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ അടുത്ത് തന്നെ അനീഷ് ക്യാമറ നോക്കി പറയുന്നുണ്ട്, എനിക്ക് പി ആർ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അത് തെളിയിക്കട്ടെ. എൻ്റെ നാട്ടിലേക്ക് പോയിട്ട് അവിടെ എൻ്റെ വീട് കിടപ്പുണ്ട്, ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലം കിടപ്പുണ്ട്. കാരണം അനീഷും ഷാനവാസുമായിട്ടാണ് അവിടെ പ്രശ്നം നടന്നത്. ഷാനവാസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസ് അല്ല, ആദിലയാണ് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞത് അനീഷ് പി ആർ കൊടുത്ത് വന്നത് സ്വന്തം കൃഷി സ്ഥലങ്ങളും കൃഷി ചെയ്യുന്ന ഭൂമിയൊക്കെ വിറ്റിട്ടാണ്, കണ്ടവും വയലും ചപ്പൻ ചവറൊക്കെ വിറ്റിട്ടാണ് അനീഷ് ഇവിടെ പി ആർ കൊടുത്ത് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏറ്റുപിടിച്ച് ഷാനവാസ് അനീഷുമായിട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് അനീഷ് ക്യാമറ ചെന്നിട്ട് ഇതുപോലെ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ടവും വയലും അതും ഇതൊക്കെ വിറ്റിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്, വിറ്റ് പി ആർ ആർക്ക് കൊടുത്തിട്ടാണ്, എന്നെ ജയിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് തന്നെ അനീഷ് പറയുന്നുണ്ട് അതാണ് കറക്റ്റ് കാര്യം. ഞാൻ നോക്കിയിട്ട് അനീഷ് ചെയ്തത് കറക്റ്റ് കാര്യം തന്നെ കേട്ടോ. കാരണം ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുവാണ്, ജനങ്ങളുടെ അടുത്തല്ല. അനീഷ് പറഞ്ഞ ബിഗ് ബോസ് അത് തെളിയിക്കണം, അതാണ് പോയിന്റ്. കാരണം അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് അത് തെളിവ് കാണിക്കട്ടെ. അനീഷിന്റെ നാട്ടിൽ പോയിട്ട് അവിടെ വീഡിയോ എല്ലാം എടുത്തിട്ട് അനീഷ് എങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ നാട്ടിൽ പോവാ, എൻ്റെ നാട്ടുകാരടുത്ത് ചോദിക്കുക ഞാൻ കൃഷിസ്ഥലം വിറ്റിട്ടുണ്ടോ, പാടം വിറ്റിട്ടുണ്ടോ, കണ്ടം വിറ്റിട്ടുണ്ടോ, വയൽ വിറ്റിട്ടുണ്ടോ, അതൊക്കെ അന്വേഷിച്ച് ബിഗ് ബോസ് അത് തെളിവ് കൊണ്ട് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അത് കാണിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അവർ ക്യാമറയെ കൂടെ അത് ഈ അനീഷ് പറയുന്നത് എയർ ചെയ്ത സംഭവമാണ്, മിക്കവാറും അത് കാണിക്കും. അത് എനിക്ക് തോന്നുന്നത് കാണിക്കുന്നു. അങ്ങനെ വേണം. അതാണ് അനീഷ് ചെയ്തത്. സംഭവം അടിപൊളി സംഭവമാണ്. കാരണം അത്രയും വിഷയം നടക്കുമ്പോഴത്തേക്ക് പുള്ളി കറക്റ്റ് ജനങ്ങൾ തീരുമാനിക്കുമെന്നല്ല പറഞ്ഞത്. ബിഗ് ബോസിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ബിഗ് ബോസിനെ കുഴപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് അനീഷ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തെളിയിക്കട്ടെ. അനീഷിന്റെ ഭാഗം അവിടെ ക്ലിയർ ചെയ്തു. ഇവിടെ അനുമോളും ബിന്നിയും തമ്മിലുള്ള പ്രശ്നം ബിഗ് ബോസ് എടുത്തിട്ട് അനുവിനെ ഫയർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ബിന്നി പറഞ്ഞ ഈ കാര്യം കൂടെ കാണിക്കണം. കാരണം കാരണം അത്ര ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലോട്ടാണ് ബിന്നി ഇങ്ങനൊരു സംഭവം ഇറക്കി വിട്ടത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി വിട്ടത് ആൾക്കാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ കാണത്തില്ലേ? ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് എയർ ചെയ്യത്തില്ലേ? ഇവിടെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. ബിന്നി എടുത്ത് അനു പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി അനു അങ്ങനെ പറയുമെങ്കിൽ, അനു തന്നെ പറയുന്നുണ്ട്, ഞാനത് പറയുമെങ്കിൽ ആദ്യം പറയുന്നത് ആദിലെടുത്തും നൂറെടുത്തും ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തിന്? അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശൈത്യടുത്ത് പോലും പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്നെ ശൈത്യടുത്തൊക്കെ പറയുമായിരുന്നല്ലോ, ആദിലെ നൂറെടുത്ത് പറയായിരുന്നല്ലോ. ഈ ബിന്നിയെടുത്ത് പറയേണ്ട കാര്യം എന്താണ്? അതാണ് അനുവും ചോദിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഇന്ന് അനുവിനെ മാത്രം പൊരിക്കുവാണെങ്കിൽ അത് ഒട്ടും ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. ഫേവറിസം ആണെങ്കിൽ പറയാം. പക്ഷേ പൊരിക്കുവാണെന്നുണ്ടെങ്കിൽ 3 എണ്ണത്തിനെയും ചോദ്യം ചെയ്തിട്ട് ഒരേ ത്രാസിൽ വെച്ചിട്ട് പൊരിക്കണം. അതാണ് വേണ്ടുന്നത്. പിന്നെ പി ആറിന്റെ കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ ഇത്രയും പൊരിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലടേ. കാരണം ഇതിനകത്ത് പോകുന്ന ആൾക്കാരെല്ലാം പി ആർ കൊടുത്തിട്ട് അത്യാവശ്യം അവരെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പി ആർ കൊടുത്തിട്ടാണ് എല്ലാവരും കയറിപ്പോകുന്നത്. അത് ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കൊന്നും പറയേണ്ട കാര്യമില്ല, അതാരും കൊടുക്കത്തുമില്ല. കാരണം ആ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് കയറിപ്പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. അതിൽ ഏറ്റവും വലിയ കോമഡി എനിക്ക് തോന്നിയത് ഈ അനുവിൻ്റെ കേസിലാണ്. 16 ലക്ഷം രൂപ കൊടുത്ത് അതിൽ നിന്നൊരു 5-10 കുറച്ചായിരുന്നെങ്കിൽ പിന്നെയും വേണ്ടിയില്ല, കേൾക്കാൻ കുറച്ചെങ്കിലും സുഖം ഉണ്ടായിരുന്നു. 16 ലക്ഷം കൊടുത്തിട്ടാണ് ഇതിലേക്ക് പോയെന്നാണ് ബിന്നി പറഞ്ഞത്. എന്തുവാടെ ഇതൊക്കെ? 16 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് പോകാനാണ്. 16 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞു. 16 ലക്ഷം രൂപയുടെ പി ആർ വല്ലതും വെളിയിൽ വല്ലതും നടന്നോ? കാരണം ഈ ആര്യനും ജിസലും തമ്മിലുള്ളൊരു വിഷയത്തിൽ അനുവിനെ ഇത്രയും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അല്ലെങ്കിൽ അപ്പാനെയൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ബുള്ളിങ്ങും ഡീഗ്രേഡും നടന്നിട്ടുള്ള സമയത്ത് ഈ പി ആറുകാരൊക്കെ എവിടെ പോയി ഉറങ്ങുമായിരുന്നോ? ചായം കുടിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇത്രയും ലക്ഷം രൂപയുടെ പി ആർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് എന്താണ് ഈ പി ആർ ഈ അനുവിനെ സപ്പോർട്ട് ചെയ്യാഞ്ഞത്? ഇത്രയും ലക്ഷം രൂപയുടെ പി ആർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്ന് ബൂസ്റ്റ് ചെയ്ത് വിടത്തില്ലേ? എന്തുകൊണ്ട് അന്ന് സപ്പോർട്ട് ചെയ്തില്ല? ഇതൊക്കെ ചിന്തിക്കുമ്പം ഇതൊക്കെ ചിന്തിക്കണമല്ലോ. പറയുമ്പോൾ ഇതൊക്കെ പറയണം. ഈ പി ആർ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവർ ഇത്രയും രൂപയുടെ പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവരങ്ങ് ചെയ്യത്തില്ലേ? അനു അവിടെ ചെന്ന് വെറുതെ ഇരുന്നാൽ മതിയല്ലോ, എല്ലാം പി ആർ അങ്ങ് ചെയ്യുമല്ലോ. പറയുന്നതിന് കുറച്ചെങ്കിലും ഉളുപ്പ് വേണമെന്നാണ്